ഈശോ മിശിഹായിൽ ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആരാണ് വലിയവൻ? ഈശോ തന്റെ ശിഷ്യന്മാരുമൊത്ത് കഫർനാമിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. യാത്രാമധ്യേ ശിഷ്യന്മാർ തമ്മിൽ ചില വാക്ക് തർക്കങ്ങൾ ഒക്കെ ഉണ്ടായി. കഫർനാമിലെത്തിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ വഴിമധ്യേ തർക്കിച്ചിരുന്നത് എന്തിനെക്കുറിച്ചാണ്? എല്ലാവരും നിശബ്ദരായിരുന്നതേ ഉള്ളൂ. പ്രസ്തുത കാര്യം മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് വേറൊരു രീതിയിലാണ്. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, കർത്താവേ, സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ? ഈശോ ഒരു ശിശുവിനെ അവരുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ ശിശുവിനെ പോലെ ചെറിയവരും എളിമയുള്ളവരും ആത്മദാരിദ്ര്യ മനോഭാവമുള്ളവരുമായിരിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ശിശുവിന്റെ മനോഭാവം കൊണ്ട് കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കുടുംബത്തില് ജനിച്ചു വളരുന്ന ഒരു കുട്ടി ശൈശവം, ബാല്യം, യൗവനം എന്നിങ്ങനെ അവൻ വളർച്ചയുടെ പല പടവുകൾ കടന്നു വരാറുണ്ട്. ഇവിടെ ശിശുവിനെ പോലെ ആകുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ശൈശവ ദശയിൽ അല്ലെങ്കിൽ ആ ബാല്യത്തിലുള്ള മക്കളുടെ പ്രത്യേകത തങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും, ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും മാനസികമായ സപ്പോർട്ടിനും രോഗശയ്യയിലായിരിക്കുമ്പോഴുമെല്ലാം ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെയാണ് പൂർണ്ണമായും ആശ്രയിക്കുന്നത്. അത് ഏറ്റവും ദാരിദ്ര്യത്തിൽ വളരുന്ന ഒരു കുട്ടിയാണെങ്കിലും എല്ലാ സുഖ സൗഭാഗ്യങ്ങളുടെ മധ്യേ വളരുന്ന ഒരു കുട്ടിയാണെങ്കിലും അവരുടെ ഉള്ളില് ദ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ദ ഡിപ്പെൻഡൻസ് ഓൺ their parents for everything. തങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ എക്സിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഉറപ്പുള്ളവരാണ്. അവര് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും, ഞങ്ങളെ നല്ല രീതിയിൽ വളർത്തും, നല്ല വിദ്യാഭ്യാസം നൽകും, നന്മയായിട്ടുള്ളത് കാണിച്ചു നൽകും എന്ന് ആ മക്കൾക്ക്, കുഞ്ഞുമക്കൾക്ക് ഉറപ്പുണ്ട്. കാരണം വേറെ ഒരിടത്തും അവർക്ക് ആ ഉറപ്പില്ല. സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ശിശുക്കളെ പോലെ ആയിത്തീരണം എന്ന് പറഞ്ഞത് ഈ ഒരു മനോഭാവം. എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാൻ ഒരു ശിശുവാണ്. എന്നെ ഇടിച്ചു നിരത്തുവാനും എനിക്ക് ശിക്ഷണം നൽകുവാനും എന്നെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുവാനും എന്നെ ഡിസിപ്ലിൻ ചെയ്യുവാനും അനുസരണത്തിൽ വളർത്തുവാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും നല്ല മാതൃക എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കി തരുവാനും എന്റെ കർത്താവ് എനിക്ക് പോരുന്നവനാണ്. എന്റെ സ്വർഗത്തിലുള്ള ഈശോ എന്നെ അനുദിനം നയിക്കും. ഞാൻ വീണാലും എഴുന്നേറ്റ് അപ്പന്റെ പക്കലേക്ക് പോകും. എനിക്ക് വഴിതെറ്റിയാലും ഞാൻ പശ്ചാത്തപിച്ച് കർത്താവിന്റെ കൂടെ നടക്കും. ഞാൻ എന്റെ പിതാവായ ദൈവത്തെ സ്തുതിക്കും, ആരാധിക്കും. അവനിൽ ഞാൻ ചരിക്കുവാൻ ശ്രമിക്കും. അവൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. അവനിൽ ഞാൻ ആശ്രയിക്കുന്നു. അവനെ കൂടാതെ എന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക സാധ്യമല്ല. കർത്താവേ മമ രാജാവേ പാടും നിൻപുകൾ എന്നും ഞാൻ. ഈ ജീവിതത്തില് ഞാൻ ഏറ്റവും ആശ്രയിക്കുന്നത് കർത്താവ് നൽകുന്ന പ്രൊവിഡൻസിലാണ്. കർത്താവിലാണ് എന്റെ ജീവിതം, ഈശോയിലാണ് എന്റെ ജീവിതം. ഈ ഒരു മനോഭാവമുള്ളവരാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്ന് വെച്ചാല് ദൈവത്തിന്റെ പരിപാവനമായ സന്നിധിയിലേക്ക് ജീവനും നമ്മുടെ വ്യക്തിത്വവും ആ സത്വബോധവുമെല്ലാം ദൈവസന്നിധിയിലായിരിക്കുന്ന അവസ്ഥ നമുക്ക് സംജാതമാകണമെന്നുണ്ടെങ്കിൽ കർത്താവ് നിനക്ക് പിതാവായിരിക്കണം. ദൈവമായ ഈശോ നിന്റെ കൂടെ വസിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സ് ശിശുക്കളെ പോലെ ആയിത്തീരണം എന്നുള്ളതാണ്. അത് കർത്താവിന്റെ മുമ്പിൽ ശിശു മനസ്സാകണമെന്നല്ല, ദൈവത്തിന്റെ മുന്നില് പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട്
തമ്പുരാനെ കൂടെ നിർത്തിയുള്ള ആ ഒരു ജീവിത മനോഭാവം കെട്ടിപ്പടുക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിലേക്ക് എൻട്രി പോലുമുള്ളൂ. ഫർഗെറ്റ് അബൌട്ട് ഹൂ ഈസ് വലിയവൻ, ആരാണ് വലിയവൻ എന്നുള്ള കാര്യം പിന്നീടാണ്. ഇതിനോടനുബന്ധിച്ച് കർത്താവ് വേറൊരു കാര്യങ്ങൾ പറയാൻ, ഇതിനോടനുബന്ധിച്ച് കർത്താവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ഈ ചെറിയവനിൽ ഒരുവന് നിങ്ങൾ ഇടർച്ചയുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുക. അതായത് തങ്ങൾ വളർത്തുന്ന കുട്ടികൾക്ക് നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുത്ത് അവരെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ്. അവരെ തിന്മയിലേക്കും ഉത്തരവാദിത്വമില്ലായ്മയിലേക്കും തെറ്റിലേക്കും ലോകത്തിൽ നികൃഷ്ടമായ രീതികളിലേക്കുമൊക്കെ പ്രേരിപ്പിച്ച് ആരെങ്കിലും വഴിതെറ്റിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ പാതകമാണ് എന്നാണ് കർത്താവ് പറയുന്നത്. അത് കുടുംബത്തിലെ കാര്യം. ഇന്ന് നമ്മൾ തന്നെ നമ്മുടെ സഭയിലേക്കൊന്ന് നോക്കിക്കേ. പരിശുദ്ധമായ അൾത്താരയിൽ നിന്നുകൊണ്ട് പത്രോസിന്റെ സിംഹാസനത്തെ അനുസരിക്കണ്ട എന്ന് പറയുന്ന കുട്ടിപ്പിശാചുക്കൾ നാടുവാഴുന്ന കാലം, പരിശുദ്ധ സഭയിലെ മെത്രാൻ സെനഡിനെ നിരസിക്കുകയും അവരുടെ എഫിജി തീ കൊളുത്തി റോഡ് നീളെ വിശുദ്ധ കുപ്പായവുമിട്ട് തുള്ളിച്ചാടുന്ന അധമന്മാർ അൾത്താരയിൽ നിന്ന് ദൈവവിരുദ്ധമായിട്ട്, സഭയ്ക്ക് വിരുദ്ധമായിട്ട് അനേക ലക്ഷങ്ങൾക്ക് ഉതപ്പ് നൽകുന്ന കാലം. ഇവരോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കി മറ്റുള്ളവരുടെ ജീവനെ നശിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ, ഹേ മനുഷ്യ, ഹേ പാതിരി, നിന്റെ കഴുത്തില് ഒരു തിരികല്ല് കെട്ടി നീ കടലിൽ പോയി ചാടുന്നതാണ് നിനക്ക് നല്ലത്. നിന്നോടും എന്നോടും എല്ലാവരോടും കർത്താവ് അത് തന്നെയാണ് പറയുന്നത്. മറ്റുള്ള മനുഷ്യർക്ക്, ദൈവവിശ്വാസികൾക്ക്, വളർന്നു വരുന്ന അനന്തര തലമുറകൾക്ക് അനുസരണമെന്ന പുണ്യവും അവിഭക്ത കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തിന്റെ സഭയെ വളർത്തുകയും ചെയ്യേണ്ട നിങ്ങൾ, അതായത് ജനങ്ങളെ നല്ല മാർഗത്തിൽ പറഞ്ഞുകൊടുത്ത് അവർക്ക് വിശ്വാസം പറഞ്ഞുകൊടുത്ത് അവരെ സജ്ജരാക്കേണ്ട നിങ്ങൾ, നിങ്ങളുടെ സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടി അവിടെ വിഭാഗീയത ഉണ്ടാക്കി അനുസരിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ പിശാചിന്റെ പുരോഹിതരായിട്ട് മാറുകയാണ്. ഈ അവസരത്തിലെങ്കിലും ഓർക്കുക, ഇത് നോയിമ്പ് കാലമാണ്. കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ജനിക്കാതിരുന്നെങ്കിൽ അതാണ് നല്ലത്. മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കി പരിശുദ്ധ സഭയെ നശിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കടലിൽ പോയി ചാടുന്നതാണ്. വെറുതെ ചാടിയാൽ പോരാ, കഴുത്തിൽ ഒരു തിരികല്ലും കെട്ടണം. നിങ്ങൾ പൊങ്ങി വരാൻ കൂടെ പാടില്ല. വളരെ ശക്തമായ ഒരു പ്രചോദനമാണ്, വളരെ ശക്തമായ ഒരു പഠിപ്പീരാണ് ഇന്ന് കേരള സഭയ്ക്ക് കർത്താവ് നൽകുന്നത്, ഭാരത സഭയ്ക്ക് കർത്താവ് നൽകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, എന്റെ കുടുംബത്തില് ഞാൻ മറ്റുള്ളവർക്ക് തിന്മ ചെയ്യാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഈശോയെ നീ എനിക്ക് കാണിച്ചു നൽകണമേ. ദൈവ അനുസരണത്തിന് വിരുദ്ധമായി സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് അടിമപ്പെട്ട് മറ്റുള്ളവരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയെ എന്നെ തിരുത്തുകയും എനിക്ക് നല്ല ബുദ്ധി നൽകുകയും ചെയ്യണമേ കർത്താവെ. എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളില്, എനിക്ക് ചുറ്റും നടക്കുന്ന ദൈവത്തെ നിഷേധിക്കുന്ന നിഷേധാത്മകമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സഭയുടെ അധികാരികളിൽ നിന്നുണ്ടാകുമ്പോൾ വിഷമിക്കുന്ന, വിശ്വാസത്തിൽ നകലുന്ന അനേക ലക്ഷങ്ങൾ, അവരുടെ ആ വിഷമങ്ങളെ തീർക്കുവാനായിട്ട് ഈ സഭയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നേതാക്കന്മാരുടെ പരിശീലനത്തില്, വൈദിക പരിശീലനത്തില്, മെത്രാന്മാരുടെ തെരഞ്ഞെടുപ്പില് ചെറിയ ചെറിയ പൊളിറ്റിക്സുകൾ മാറ്റി നിർത്തിക്കൊണ്ട് വിളിച്ച ദൈവത്തെ ശുശ്രൂഷ ചെയ്യുന്ന വിശ്വസ്തരായി ഓരോരുത്തരും പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചെറിയ ജീവിതത്തില് ഈശോയെ നിന്റെ ഇഷ്ടം അന്വേഷിച്ചുകൊണ്ട് ഒരു ശിശുവിനെ പോലെ നിന്നിൽ നിന്നും ശിക്ഷണം സ്വീകരിച്ചുകൊണ്ട്, കറക്ഷൻ സ്വീകരിച്ചുകൊണ്ട്, നിന്റെ സാന്നിധ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട്, നിന്റെ വലിയ ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.